ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ വയനാട്ടിലിപ്പോൾ മലബാർ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ മലബാർ ഫെസ്റ്റിന് പോയ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഫെസ്റ്റിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്നത് അവതാർ വേൾഡാണ്. അപ്പോൾ അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മോനും കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ആ ഒരു ലൈറ്റിന് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അധികം തിരക്ക് ആകുന്നതിന് മുമ്പെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുട്ടികൾ നല്ല ആസ്വദിച്ചാണ് കേട്ടോ നടക്കുന്നത്. പല കളറിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. പിന്നെ ഇവിടെ കയറാനായിട്ട് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് കുട്ടികൾക്കൊന്നും ചാർജില്ല, വലിയവർക്ക് മാത്രമേ ഉള്ളൂ ചാർജ്. അപ്പോൾ 100 രൂപയാണ് ഒരാൾക്ക് വരുന്നത് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വേറെ ചാർജൊന്നും വരുന്നില്ല. 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊന്നും ചാർജില്ല. അപ്പോൾ പിന്നെ ഇത് തുടങ്ങുന്ന സമയം എന്ന് വെച്ചാൽ 3 മണി തൊട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് തുടങ്ങുക. കൽപ്പറ്റ ടൗണിൽ തന്നെയാണ്, ബൈപ്പാസ് റോഡിലാണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. അവതാർ വേൾഡൊക്കെ കണ്ടിറങ്ങി നമ്മൾ നേരെ പോകുന്നത് താജ്മഹലിലോട്ടാണ്. താജ്മഹൽ ഇവിടെ പണിതതായിട്ട് കാണാം. താജ്മഹലിൻ്റെ ഏകദേശമൊക്കെ ഒരു രീതിക്ക് തന്നെ പണിതിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നിൽ നിന്ന് ഒക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല തിരക്കാണ്. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് അതിൻ്റേതായ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു 3 മണി രാത്രിയിലെ ടൈമിൽ നമുക്കിതൊക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ്. ഞങ്ങളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. മക്കളുടെയും ഞങ്ങളുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ കയറി ഞങ്ങളവിടെ ഫുള്ളായിട്ടൊന്ന് അതിനെ റൗണ്ട് അടിച്ച് കണ്ട് അതിൻ്റെ ശേഷം നമ്മുടെ തൊട്ടപ്പുറം തന്നെ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വെള്ളച്ചാട്ടത്തിലോട്ടാണ്. താജ്മഹലും കാര്യങ്ങളൊക്കെ കണ്ട് അതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് കേട്ടോ ഇത്. അവിടുന്ന് താജ്മഹൽ കാണുന്ന ആ രീതിക്ക് പുറകു സൈഡിലോട്ട് പോയാൽ നമുക്കിത് കാണാനായിട്ട്. കുട്ടികൾക്കൊക്കെ തിരക്കായി അതിൻ്റെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. അതിനൊക്കെ ഓടുകയാണ് അതിൻ്റെ അടുത്തേക്ക്. അപ്പോൾ പിന്നീട് അതിൻ്റെ അടുത്തേക്ക് പോയി ആ ഒരു കാണുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ രാത്രി ആയിട്ടൊന്ന് കാണാനായിട്ട്. ഇവിടുന്ന് അതുപോലെ തന്നെ കുറേയൊക്കെ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് പിന്നെ കുട്ടികളൊക്കെ നനയാൻ നോക്കുന്നുണ്ട്. അപ്പോൾ മെല്ലെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. കുറച്ച് ചിലർ നനയും ചെയ്തു കേട്ടോ. അപ്പോൾ നനഞ്ഞാൽ രാത്രിയല്ലേ, അപ്പോൾ കുറച്ച് നനയാതൊക്കെ ശ്രദ്ധിച്ച് ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് ഇവിടുന്ന് ഇറങ്ങി. അടുത്തതായിട്ട് പിന്നെ കുറേ ആനിമൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഫിറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ചില ആനിമൽസ് ഇങ്ങനെ പിന്നെ തലയൊക്കെ ആട്ടുന്നുണ്ട്. മയിലും കാര്യങ്ങളൊക്കെ തലയും കാര്യമൊക്കെ ആട്ടുന്നുണ്ട്. മാന്, പിന്നെ ആന, അങ്ങനെ ഒരുപാട് ആനിമൽസ് ഉണ്ട്. പിന്നെ ഇത് ചില കുട്ടികൾ കരയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് ഇതിൻ്റെ സൗണ്ടൊക്കെ പേടിയാകുന്നുണ്ട്. അതും ഒരു നല്ലൊരു ഭംഗിയായിരുന്നു. അങ്ങനെ അത് തലയാട്ടുന്നതും ഞങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നത് പേടി കാര്യം മീനാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് എന്ന് വെച്ചാൽ കുറച്ച് കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സ്ഥലത്തു നിന്ന് ഞങ്ങൾ കുറച്ച് ടോയ്സും പിന്നെ കുറച്ച് ഫാൻസി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഉമ്മയൊക്കെ കുറച്ച് പൊരിയോ അലുവയൊക്കെ വാങ്ങി. ഞാൻ പിന്നെ കുറച്ച് മിഠായി കാര്യങ്ങളൊക്കെ വാങ്ങി. നമ്മളെ പഴയ കാലത്തെ മിഠായികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. ഫാൻസി ഒക്കെ തന്നെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ്, കമ്മലും കാര്യവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അധികമൊന്നും വാങ്ങാൻ നിന്നില്ല. മക്കൾ അധികം തിന്നാൽ അത് ഇത് ഒക്കെ പറയും. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങി. ഞാൻ അത്രയും കൂടെ കുറച്ചൊക്കെ വാങ്ങി.
പിന്നെ ഇവിടെ ഐസ്ക്രീമും പിന്നെ കുറച്ച് കോളിഫ്ലവർ പൊരിച്ചതും പിന്നെ പാനിപൂരി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കഴിച്ചത് പാനിപൂരിയും കോളിഫ്ലവർ പൊരിച്ചതും പിന്നെ ചായയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതൊക്കെയാണ്. ആകാശത്തോട്ടിലുണ്ട്, പിന്നെ കുട്ടികൾ കളിക്കുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ ഇങ്ങനെ നടന്ന് പിന്നെ കുട്ടികൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കയറാൻ പറഞ്ഞിട്ട് അതിലൊന്ന് ഫസ്റ്റ് തന്നെ കയറിയില്ല. കുറച്ച് നേരം അതിലൂടെ നടന്നപ്പോഴാണ് ഞങ്ങളൊരു ഗെയിം കണ്ടത്. അപ്പോൾ ആ ഒരു ഗെയിം കളിക്കാൻ നിന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കളിച്ചിട്ടോ. 50 രൂപയാണ് ഇതിന് ചാർജ്. അപ്പോൾ ഈ ഒരു നമ്പേഴ്സ് ഉണ്ടല്ലേ, അപ്പോൾ ഈ ഒരു നമ്പേഴ്സ് നമ്മൾ 6 ബോൾ വരും. നമുക്ക് ആ ഒരു 6 ബോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് ഇത് ടോട്ടൽ ചെയ്യും. അപ്പോൾ ടോട്ടൽ ചെയ്തിട്ട് കിട്ടുന്ന നമ്പറിൻ്റെ സമ്മാനം നമുക്ക് കിട്ടും. എല്ലാം പിന്നെ എല്ലാ നമ്പേഴ്സിനും ഇപ്പോൾ 20 ആയിക്കോട്ടെ 22 ആയിക്കോട്ടെ അങ്ങനെ ഏത് നമ്പേഴ്സിനുണ്ട് കേട്ടോ സമ്മാനം. അപ്പോൾ കളിക്കാനായിട്ട് ആരമുണ്ട്, എല്ലാവരും കളിച്ചു, കുട്ടികളടക്കം കളിച്ചു. അപ്പോൾ എല്ലാവർക്കും ഓരോ സമ്മാനങ്ങളും കാര്യമൊക്കെ വാങ്ങി ഞങ്ങൾ പോന്നു. പിന്നെ അതൊക്കെ കണ്ട് ഇങ്ങനെ പോന്നു. പിന്നെ ആർക്കും കയറാനും കാര്യമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആരും ഊഞ്ഞാലൊന്നും കയറുന്നില്ല. അധികം ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതിലൊന്നും കയറാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് അവസാനിച്ചു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക് യു.